عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പൈതൃകം മീഡിയയുടെ ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ദീനീ ഖിദ്മയിലായി മുന്നോട്ട് നീങ്ങാനുള്ള ആയുസ്സും അവസരങ്ങളും നാം ഏവർക്കും പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെ എന്ന വിഷയത്തിൽ നടത്തുന്ന പ്രഭാഷണ പരമ്പരയുടെ 35ാമത്തെ ദിനമാണ് ഇന്ന്. 34ാമത്തെ പ്രഭാഷണം 1972 മെയ് 5, 6, 7 തീയതികളിൽ തിരുനാവായയിൽ നടന്ന മഖ്ദൂം നഗറിൽ നടന്ന 23ാം സമ്മേളന സംബന്ധമായിട്ടാണ്. എന്നാൽ 1972 മെയ് 5, 6, 7 തീയതികളിൽ തിരുനാവായൽ 23ാം വാർഷിക സമ്മേളനം നടത്തിയ ശേഷം 60ാം വാർഷികം വരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ സമസ്തയുടേതായി ഒരു വാർഷിക സമ്മേളനം നടത്തിയിട്ടില്ല. അതിന് പ്രധാനമായ കാരണം ഈ 72 മെയ് 5, 6, 7 തീയതികളിൽ നടക്കുന്ന സമ്മേളനം വരെയുള്ള എല്ലാ സമ്മേളനങ്ങളും നോക്കിയാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വ്യക്തമായ ആദർശത്തിനും ആശയത്തിനും രൂപീകരിച്ച പ്രസ്ഥാനമാണ്. ആദർശം, ആശയം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിനെ പറഞ്ഞയച്ച് ഇവിടെ പഠിപ്പിച്ച് നിലനിർത്തിപ്പോന്ന ദീൻ, ആ ദീന് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതിനും വേണ്ടിയും നിലനിർത്തുന്നതിനും വേണ്ടിയും കാലങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് പല പ്രശ്നങ്ങളും വരുമ്പോൾ അതൊക്കെ തരണം ചെയ്ത് രാജ്യത്തെ പുതുമകൾ, മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒരു കുറവ് വരുത്താതെ എന്നാൽ സ്വീകരിക്കാവുന്ന പുതിയ മാധ്യമങ്ങളും മാനദണ്ഡങ്ങളും മറ്റുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ നയവും നിലപാടും നിലനിർത്താൻ ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങളും പ്രവർത്തന പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ഓരോ സമ്മേളനവും നടത്തിയത്. എന്നാൽ 72 മെയ് 5, 6, 7 തീയതികളിൽ തിരുനാവായയിൽ നടത്തിയ സമ്മേളനം വരെയുള്ള സമ്മേളനങ്ങളിൽ ഏകദേശം നമ്മുടെ എല്ലാ പദ്ധതികളും, അതായത് ഓരോ കാലഘട്ടത്തിൽ വരുന്ന ജനങ്ങളെ ഇസ്ലാമുമായി അടുത്ത് നിർത്താൻ ആവശ്യമായ പദ്ധതികളെല്ലാം ഈ സമ്മേളനങ്ങൾ വഴി തീരുമാനിച്ചു നടപ്പാക്കി. ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശ്രദ്ധിച്ചത് മുസ്ലിങ്ങളെ അവരെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ബിദ്അകൾ ശ്രമം നടത്തിയപ്പോൾ ആ ബിദ്അകളെ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ യഥാർത്ഥ ആശയവും ആചാരവും അനുഷ്ഠാനങ്ങളും സമുദായത്തെ പഠിപ്പിക്കാനാണ് ആദ്യ കാലങ്ങളിൽ നീക്കിവെച്ചത്. പിന്നീട് അടിത്തറ തന്നെ ശരിയായി എടുക്കുന്നതിന് വേണ്ടി വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു ഏകീകരണ സിലബസോട് കൂടെയുള്ള പ്രാഥമിക മദ്രസകൾ, അതുപോലെ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ഇവിടെ പഠിപ്പിച്ച പള്ളി ദർസ് അത് കാര്യക്ഷമമായി നിലനിർത്തുക. അതുപോലെ തന്നെ പള്ളികൾ നേരത്തെ ഉണ്ട്. ആ പള്ളികളൊക്കെ ജനങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും അനുസരിച്ച് പള്ളികൾ കാലികമായ രൂപത്തിൽ അത് വലുതാക്കുകയും നന്നാക്കുകയും ഇല്ലാത്തയിടത്ത് ഉണ്ടാക്കുകയും ചെയ്യാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അതുപോലെ തന്നെ ചെറുപ്പക്കാരെ ഇസ്ലാമിനുമായി അടുത്ത് നിർത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഒരു ഊന്നുവടിയായി അവരെ നിലനിർത്താൻ വേണ്ടി യുവജന പ്രസ്ഥാനം അഥവാ SYS രൂപീകരിക്കുക. അതുപോലെ ആശയ പ്രചരണത്തിന് വേണ്ടി മാതൃകാ പുരുഷന്മാരായ പ്രഭാഷകന്മാരെ വാർത്തെടുക്കുന്നത് പോലെ തന്നെ ഇവരുടെ അക്ഷരങ്ങൾ അത് സമൂഹത്തെ എത്തിക്കുന്നതിന് വേണ്ടി അൽബയാൻ പോലുള്ള പത്രമാസികകൾ സ്ഥാപിച്ച് നിലനിർത്തുക.
അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക. 973 ആയപ്പോഴേക്ക് SSF വിദ്യാർത്ഥികൾക്കും ഒരു കാര്യക്ഷമമായ സംഘടന വേണമെന്ന നിലയ്ക്ക് SSF രൂപീകരിക്കുക. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നീട് ഈ സമ്മേളനങ്ങളും കാര്യങ്ങളും എല്ലാം അതാത് കീഴ്ഘടകങ്ങൾ നടത്തി. വിദ്യാഭ്യാസ ബോർഡ് സമ്മേളനം നടത്തുന്നു, ആ വിദ്യാഭ്യാസ ബോർഡിന് സിലബസ് പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ സമ്മേളനം നടത്തുന്നു, SSF വിപുലമായ വാർഷിക സമ്മേളനം നടത്തുന്നു, SYS വളരെ നല്ല നിലയിലുള്ള ശ്രദ്ധേയമായ വാർഷിക സമ്മേളനങ്ങളും പൊതുസമ്മേളനങ്ങളും നടത്തുന്നു. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിൻ്റെ ഔദ്യോഗിക ബാനറിൽ നേരത്തെ നടത്തിയ മാതിരി നിരന്തരമായി സമ്മേളനം നടത്തേണ്ടതായ ആവശ്യം വന്നില്ല. മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അവർ പ്രധാനമായി ശ്രദ്ധ തിരിച്ചുവിടുകയും സമ്മേളനങ്ങളൊക്കെ നടത്താൻ ഓരോ കീഴ്ഘടകങ്ങളുണ്ടല്ലോ. വിദ്യാർത്ഥി സമ്മേളനത്തിന് SSF ഉണ്ട്, യുവജന സമ്മേളനത്തിന് SYS ഉണ്ട്, പണ്ഡിത സമ്മേളനത്തിനും ജമിയത്തുൽ മുഅല്ലിമീനുണ്ട്. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ താലൂക്ക് വരെയുള്ള ഘടകങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ സമസ്ത നേരത്തെ നടത്തിയതുപോലുള്ള വിപുലമായ സംസ്ഥാന സമ്മേളനങ്ങൾ വാർഷികമായി നടത്തിയിട്ടില്ല. പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഐതിഹാസികമായ ഒരു സമ്മേളനം നടത്തിയത് 60ാം വാർഷികമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ പിന്നീട് വരാം. അപ്പോൾ ഇനി നമുക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ ചേർന്നും പൊതുസമ്മേളനവും ഒക്കെ എടുത്ത കുറച്ച് തീരുമാനങ്ങൾ, നേരത്തെ അത് പറഞ്ഞപ്പോൾ സമ്മേളനങ്ങൾ പറഞ്ഞപ്പോൾ അത് ഞാൻ കുറഞ്ഞ വാക്കുകളിൽ വിശദമാക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഡേറ്റ് വെച്ചുകൊണ്ട് ഏതാനും തീരുമാനങ്ങൾ, സമസ്ത എടുത്ത തീരുമാനങ്ങൾ നോക്കാം. നമ്മുടെ മുന്നിൽ 1945 മുതൽ, അതും 945 മെയ് മാസം മുതലുള്ള ഇത്തരം യോഗത്തിൻ്റെയും മറ്റും റിപ്പോർട്ടുകളെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ആർക്കും അങ്ങനെ തന്നെ. ഇപ്പം നമുക്ക് ലഭ്യമായെന്ന് പറഞ്ഞാൽ ഈക്കക്കാലത്തുണ്ടോ എന്ന് മനസ്സിലാക്കണ്ട. ആകെ ഇപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്നെ ഇതിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അവരെടുത്തും നമ്മളെടുത്തും ഒക്കെ 45 മുമ്പുള്ള മിനിറ്റ്സ് വളരെ പ്രയാസമാണ്. കാരണം അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. എന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടത് 926 ജൂൺ 26 രൂപീകരിച്ച പ്രസ്ഥാനത്തെ പറ്റി നമുക്കൊക്കെ പറയാവുന്ന രൂപത്തിൽ, ചെറിയ രൂപത്തിലെങ്കിലുമുള്ള ചരിത്രങ്ങൾ ലഭ്യമാണ് എന്നാണ്. കേട്ടുകേൾവിയൊന്നുമല്ല, എഴുതി വെച്ച രേഖ, അൽ ബയാന്റെ പഴയ കോപ്പികൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ 45 മുമ്പുള്ള തീരുമാനങ്ങൾ, അത് നമ്മൾ സമ്മേളനങ്ങളൊക്കെ വായിച്ചപ്പോൾ അത് പ്രധാനമായ തീരുമാനങ്ങളൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ നമുക്ക് 45 ഓഗസ്റ്റ് 1 മുതൽ ഏകദേശം 60ാം വാർഷികം വരെയുള്ള സമസ്ത എടുത്ത സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. 1945 ആഗസ്റ്റ് 1-ാം തീയതി കോഴിക്കോട് മൂതാക്കര ജുമാഅത്ത് പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ, വലിയ പണ്ഡിതനായിരുന്നു കേട്ടോ കുഞ്ഞായി മുസ്ലിയാർ. അദ്ദേഹം നമ്മളെ ഈ റിപ്പോർട്ട് വായനയിൽ അഥവാ ചരിത്ര വായനയിൽ കുറേ സ്ഥലങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് കടന്നു വരും. വളരെ വലിയ പണ്ഡിതനും വലിയ മുദരിസും വലിയ ഫക്കീഹും നല്ല ചിന്തകനും വലിയ തീരുമാനമെടുക്കാൻ കഴിവുള്ള മഹാപണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ. മഹാനായ കുഞ്ഞായി മുസ്ലിയാരുടെ അധ്യക്ഷതയിലാണ് 1945 ആഗസ്റ്റ് 1 മൂതാക്കര പള്ളിയിൽ ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ യോഗത്തിൻ്റെ ഒരു തീരുമാനം നോക്കൂ നിങ്ങൾ. സമസ്തയ്ക്ക് വേണ്ടി അറബി മലയാളത്തിലും ശുദ്ധ മലയാളത്തിലും ഒരു മാസിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. എന്നാ തീരുമാനിക്കേണ്ടത്? 945 ആഗസ്റ്റ് 1 കുഞ്ഞായി മുസ്ലിയാർ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ. എന്താണ് തീരുമാനിക്കുന്നത്? സമസ്തയ്ക്ക് വേണ്ടി അറബി മലയാളത്തിലും ശുദ്ധ മലയാളത്തിലും ഒരു മാസിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. പത്രാധിപരായി KPA മൊയ്തീൻകുട്ടി മുസ്ലിയാരെയും സഹപത്രാധിപരായി PCS കുഞ്ഞഹമ്മദ് മുസ്ലിയാരെയും മാനേജറായി VK മുഹമ്മദ് അതായത് വായക്കാട് മുഹമ്മദ് മുസ്ലിയാരെയും തിരഞ്ഞെടുത്തു. പത്രത്തിൻ്റെ ഓഫീസ് പരപ്പനങ്ങാടിയിൽ പ്രവർത്തിക്കാനും ആലോചന നടന്നു. അതൊരു തീരുമാനം. ഇതേ യോഗത്തിൻ്റെ മറ്റൊരു തീരുമാനം, അബ്ദുൽ കലാം ആസാദ് ദേശീയ നേതാവാണല്ലോ, ഫലസ്തീൻ ദിനത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ മുസ്ലിങ്ങളുടെ മദ്ഹബുകൾ ഒന്നാക്കി തീർക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യം താൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് പ്രസ്താവിച്ചു. അതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അമർഷം രേഖപ്പെടുത്തി. രാഷ്ട്രീയക്കാരെക്കാലത്ത് അങ്ങനെയാണ്, എന്താണ് അവരെ വായിക്കൂടെ വരിക എന്ന് നമുക്ക് ഒറ്റപ്പെടുത്തും കിട്ടൂല. ഇമാമുന ഷാഫി, നമ്മുടെ റളിയല്ലാഹു അൻഹു, നമ്മുടെ ഇമാം,
അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ നിന്നും അവർ ഇജ്തിഹാദ് ചെയ്ത, അവർ സഹിയായ ഹദീസിൻ്റെയും ആയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച മതനിയമം അത് നാലും വേറെയല്ല, ഒന്നാണ്. പക്ഷെ അതിൽ ചില മസാലകൾ, ചില അഭിപ്രായങ്ങൾ ഉണ്ട് മാത്രം. ഏതായാലും ഇതെല്ലാം ഒന്നാക്കുന്ന കാര്യം മൂപ്പര് ഏറ്റെടുത്തു. ആരെ ഏറ്റെടുത്തു? അബ്ദുൽ കലാം ആസാദ് ഏറ്റെടുത്തു. എന്ന് അദ്ദേഹം ഫലസ്തീൻ ദിനത്തിൽ പ്രസംഗിക്കാതെ ഇപ്പം രാഷ്ട്രീയക്കാർ അവിടെ ഭിന്നിക്കുന്നു, ഇവിടെ ഭിന്നിക്കുന്നു, അവിടെ രക്തചരിത്രത്തിലുണ്ടാവുന്നു, അത് ഒരുമല്ലാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് ആദ്യമായി 4 മദ്ഹബുകളെ ഒന്നാക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു. രാഷ്ട്രീയക്കാർ എക്കാലത്തും പറയുന്ന ഓരോ വടായികളാണിത്. അപ്പം സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിൽ അമർഷം രേഖപ്പെടുത്തുകയും പ്രതിഷേധം അദ്ദേഹത്തെ തന്നെ നേരിട്ട് അറിയിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഇതാണ് അന്നെടുത്ത വേറൊരു തീരുമാനം. ഇനി 947 മാർച്ച് 15 ശനിയാഴ്ച രാത്രി 8 മണിക്ക് കോഴിക്കോട് മീഞ്ചന്ത ജുമാഅത്ത് പള്ളിയിൽ അബുൽ ഹക്ക് ജനാബ് മൗലാന മുഹമ്മദ് അബ്ദുൽ ബാരി അധ്യക്ഷ കൂടിയ മുഷാവറ തീരുമാനങ്ങൾ. നോക്കൂ, ഡേറ്റ് 947 മാർച്ച് 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടമാണ് 947 മാർച്ച് 15. എപ്പോഴാണ് യോഗം? നമ്മളിന്ന് കൂടുന്ന മാതിരി 4 മണി, ഇപ്പം രാവിലെ 10 മണിക്കോ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമൊന്നുമല്ല, രാത്രി 8 മണിക്ക്. അപ്പം രാത്രി 8 മണിക്ക് കേരളാടിസ്ഥാനത്തിലുള്ള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഒരു സമ്പൂർണ്ണ മീറ്റിംഗ് മൂതാക്കര പള്ളി ചേരണമെങ്കിൽ ഈ ആലിമീങ്ങൾ എപ്പോൾ പുറപ്പെട്ടു വരും? അവരെ വീടുകളിൽ നിന്നും ജോലി സ്ഥലങ്ങളിലൊന്നും. അപ്പം അന്നും നിങ്ങൾ നോക്കൂ, എപ്പോഴാണ് സൗകര്യം ആ സമയത്ത് യോഗം ചേരുകയാണ്. അപ്പം അങ്ങനെ ആ യോഗത്തിലെടുത്തൊരു തീരുമാനങ്ങൾ: 1. ജുമുഅയുടെ ഖുതുബയിൽ അറബിയല്ലാതെ മറ്റു ഭാഷകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ലാത്തതും മുൻകരത്തായ ബിദ്അത്തുമാണെന്ന് ഉണർത്തി. ചില പള്ളികളിലൊക്കെ നാടന്മാരായ ചില മൗലവിമാർ ഖുതുബ എന്താക്കും, അറബിയിൽ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ മലയാളത്തിൽ പറയുന്ന ചില സമ്പ്രദായങ്ങൾ. ഖുതുബ പരിഭാഷയല്ല, ഒക്കെ 947 ശേഷമാണ് ഖുതുബ പരിഭാഷ തുടങ്ങിയത്, 46 ശേഷം. അങ്ങനെ തുടങ്ങിയ കാലത്തും അവരെന്തെല്ലാം മൊത്തം ഇന്ന് ചെയ്യുന്ന മാതിരി അങ്ങോട്ട് വളമ്പലായിരുന്നില്ല. അന്തും സലാത്തൊക്കെ അറബിയിലോതി അനുബന്ധ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ പരിഭാഷൻ്റെ മാതിരി അല്ല, അതൊക്കെ ഹംദ് സലാത്തൊക്കെ ചൊല്ലി അനുബന്ധ കാര്യങ്ങൾ കുറച്ചൊക്കെ മലയാളത്തിൽ പറയാം. ഇങ്ങനെയാണ് ബിദ്അത്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സമസ്ത അന്ന് 47 മാർച്ച് 15 ശനിയാഴ്ച രാത്രി കോഴിക്കോട് മീഞ്ചന്ത ജുമാഅത്ത് പള്ളിയിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗ് എടുത്ത ഒരു തീരുമാനം: ജുമാഅയുടെ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ പാടില്ല, അത് നല്ലതല്ലാത്തതാണ്, മുൻകരത്തായ നിരോധിക്കപ്പെട്ടതായ നിഷിദ്ധമായ ഒരു കാര്യമാണത്. അതാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാകണമെന്നും അഭ്യർത്ഥിച്ചു. അതുപോലെ കേരളത്തിലെ പ്രാഥമിക മദ്രസകൾക്ക് ശരിയായ ഒരു പാഠ്യപദ്ധതി ഇല്ലാത്തതിനാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സിലബസ് തയ്യാറാക്കി അതനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഖേന വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ഇസ്ലാമ വിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായില്ലല്ലോ, അത് കമ്പനിന് ശേഷമല്ലേ. അപ്പം അതിൻ്റെ മുമ്പ് തന്നെ ഓത്തുപള്ളികളൊക്കെ ഉണ്ട്. അതിന് സമസ്തയുടെ കീഴിൽ ഒരു വ്യവസ്ഥാപിതമായ സിലബസും ഒക്കെ വേണം. അതാണ് പിന്നെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡായി രൂപപ്പെട്ടത്. ഇന്ന് കാണുന്ന ഈ വൈജ്ഞാനിക വിപ്ലവമൊക്കെ ഉണ്ടായത് ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരള ജമിയത്തുൽ ഉലമ എന്ന വഹാബി സംഘടന പ്രസിദ്ധം ചെയ്ത അൽ മുർഷിദ്, അദ്ദുആ വൽ ഇബാദ തുടങ്ങിയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ സുന്നത്തി ജമാഅത്തിനെതിരിൽ പലതുമുണ്ടെന്നും മുസ്ലിം സഹോദരങ്ങൾ അതിൽ വഞ്ചിതരാകരുതെന്നും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ആ തീരുമാനം എടുത്തത് 947 മാർച്ച് 15 മീഞ്ചന്ത പള്ളിയിൽ ചേർന്ന യോഗത്തിലാണ്. മതവിദ്യാഭ്യാസത്തിൽ പരിഷ്കരണങ്ങൾ വരുത്താനും അതിന് പ്രത്യേക നിയമമുണ്ടാക്കി നടപ്പിൽ വരുത്താനും MLA-മാർ ശ്രമിച്ചു വരുന്നതായി അറിഞ്ഞപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളുടെയും ആധികാരിക സംഘടനയായ സമസ്തയുടെ സഹകരണത്തോടെ അല്ലാതെ മതവിദ്യാഭ്യാസ പരിഷ്കരണത്തിന് പുതിയ നിയമമുണ്ടാക്കരുതെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ MLA-മാരുടെ നേതൃത്വത്തിൽ പിന്നെ ഈ മതവിദ്യാഭ്യാസത്തിൽ പരിഷ്കരണം വരുത്തണം,
ആരൊക്കെ രാഷ്ട്രീയക്കാരാണ് ഈ തീരുമാനിക്കുന്നത്. പിന്നെ അവർ ഭരിക്കുമ്പോൾ പിന്നെ നിയമം കൊണ്ടുവന്നവർ നിയമമാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഇവർ ഈ ഇത്തരം നിലപാടിൽ നിന്ന് പിന്മാറണമെന്നും അങ്ങനെ മതപരമായ വിജ്ഞാനം കൊടുക്കുന്ന വിഷയത്തിൽ, മതവിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും പരിഷ്കരണങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് ഇവിടെ മദ്രസ നടത്തുന്നത്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കേന് അത് ഇപ്പം എപ്പോഴാണ് കുട്ടികൾ വരുന്നത്, എപ്പോഴാണ് പോകുന്നത്, ഇപ്പം എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് അവരറിയാതെ ഒരു തീരുമാനിക്കാൻ പാടില്ല. ഇപ്പം തന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ് രാവിലത്തെ മദ്രസ സമയത്ത് നിന്ന് കുറച്ച് അങ്ങോട്ടും അതുപോലെ വൈകുന്നേരം സ്കൂള് വിടുന്ന സമയം കുറച്ച് അങ്ങോട്ടും നീട്ടിയിട്ട് അരമണിക്കൂർ കൂട്ടിയല്ലോ. അതായത് ഇതൊന്നും ഒരു ആലോചന കൂടാതെ നിയമാക്കിയാണ്. ഒരു പ്രതീക്ഷ ഉള്ളത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നമുക്കതിന് ആലോചിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അവർ അനുഭാവപൂർവ്വം പരിഗണിക്കുക തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പണ്ടേ ഉള്ളൊരു അസുഖമാണ്. വെറുതെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ, തോടിൻ്റെ കാര്യം, പാലത്തിൻ്റെ കാര്യം, കുടിവെള്ളത്തിൻ്റെ കാര്യം, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ 15 മിനിറ്റാണ് മദ്രസ കൂട്ടല. അപ്പം സ്കൂളിൻ്റെ സമയമാണ് കൂട്ടല. അപ്പം ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം ഇപ്പം എന്തൊക്കെ ഉണ്ട്? ഇവിടെ ആകെ ഈ പെൻഷൻ കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ആളുകൾ, ആ ജീവിച്ചിരുന്ന ആളുകൾക്ക് അത് ആ സമയത്ത് കിട്ടണില്ല. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട്. അപ്പം അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പം മദ്രസ മാലിന്യങ്ങളെ പെൻഷൻ പോലും ഇപ്പം 2 മാസത്തിലേറെ മുടങ്ങിക്കിടക്കുന്നു എന്നപ്പം ഞാൻ കേട്ട്. അപ്പം ഇങ്ങനത്തെ അത് ആസ്പദമാക്കി ജീവിക്കുന്ന സാധുക്കൾ ഇവിടെ ഉണ്ട്. ആ സാധുക്കൾക്ക് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതുപോലെ തന്നെ എന്തെല്ലാം കുടിവെള്ള പ്രശ്നങ്ങൾ, റോഡ് കുണ്ടും കുഴിയായി, അതുപോലെ ദേശീയപാത ഇങ്ങനെ കൊയിഞ്ഞിങ്ങനെ ചാടുക, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ മദ്രസ നടത്തുന്ന സമയത്ത് നിന്ന് ഒരു 15 മിനിറ്റ് അങ്ങോട്ട് വെട്ടുക, ഇതൊക്കെ ഇന്നുള്ള മാതിരി തന്നെ അന്നും ചില MLA-മാർ അങ്ങനെയുള്ള ശ്രമം നടത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ അതിനൊന്നും കൈവെക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് വല്ല അറിയാത്ത കാര്യങ്ങളോ അറിവ് കൂടിയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തുലുമായി ചർച്ച ചെയ്യണം എന്ന് ഗവൺമെൻറ്റിനോട് അറിയിക്കാൻ തീരുമാനിച്ചു. ഫറൂഖിൽ വെച്ച് നടന്ന 6ാം വാർഷിക സമ്മേളനത്തിൽ ഐക്യകണ്ഠേന പാസാക്കിയ 8ാം പ്രമേയം അതെന്താണ്? വഹാബികളുമായുള്ള ബന്ധവിച്ഛേദനം. അവരോട് സലാം പറയരുത്, അവർ സലാം പറഞ്ഞാൽ മടക്കരുത്, അവർക്ക് മയ്യത്ത് കരിക്കരുത്, അവർ രോഗിയായി സന്ദർശിക്കരുത്. അവ മുസ്ലിങ്ങൾ തമ്മിലുള്ള 6 കാര്യങ്ങൾ. അത് വഹാബികളുമായി പാടില്ല എന്നതാണ് ഫറൂഖിൽ വെച്ച് നടന്ന 6ാം വാർഷിക സമ്മേളനത്തിൽ ഐക്യകണ്ഠേന പാസാക്കിയ 8ാം പ്രമേയം. ആ പ്രമേയം ഒന്നും കൂടെ കുറച്ചു കൊല്ലായല്ലോ. ഇപ്പം ഏകദേശം ഒരു 23 സമ്മേളനം, 23ാം വാർഷിക സമ്മേളനമൊക്കെ ആയില്ലേ. അപ്പം അപ്പോഴേക്ക് ഇതൊന്നും പുതുക്കി കൊടുക്കണം. പുതുക്കല്ല, പഴയതൊന്നും കൂടി ഓർമ്മപ്പെടുത്തണം. അങ്ങനെ ആ 8ാം പ്രമേയം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചു. പ്രസ്തുത പ്രമേയം പിറ്റേ ദിവസം നടക്കുന്ന ആ 17ാം വാർഷിക സമ്മേളന റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താനും തീരുമാനിച്ചു. അപ്പം സമസ്ത രൂപീകരണ കാലത്ത് എടുത്ത തീരുമാനം അത് ഈ വിദഴി കക്ഷികളുമായി അകലം പാലിക്കുക എന്നുള്ളത്. അത് ഇടക്കിടക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതാണിപ്പം എന്ന് തീരുമാനിച്ച് 1947 മാർച്ച് 15 മീൻചന്തപ്പള്ളിയിൽ രാത്രി 8 മണിക്ക് ചേർന്ന മുഷാവറയുടെ ഒരു സുപ്രധാനമായ തീരുമാനമാണിത്. അതുപോലെ തന്നെ 1948 ഫെബ്രുവരി 8 വൈകുന്നേരം 4:30 മണിക്ക് കക്കാട് മിഫ്താലുൽ മദ്രസ ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ മുഷാവറ ചേർന്നു. ആ മുഷാവറയിലെടുത്ത തീരുമാനം സമസ്തയ്ക്ക് വേണ്ടി ഒരു പ്രസ് വാങ്ങാനും, എന്തിന് മലയാളത്തിലും അറബി മലയാളത്തിലും പ്രസിദ്ധീകരണം തുടങ്ങാൻ തീരുമാനിച്ചല്ലോ എന്ന് 1945 ആഗസ്റ്റ് 1. അപ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി സ്വന്തമായ ഒരു പ്രസ് വാങ്ങാനും അതിൻ്റെ നടത്തിപ്പിന് ഒരു മാനേജിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനിച്ചു. താഴെ പറയുന്നവരെ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്ത് പ്രസ് ആൻഡ് പ്രിന്റിംഗ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമിതി. 1 എലത്തൂരിൽ അഹമ്മദാജി കൺവീനർ, KP മൊഹീദ്ദീൻ കുട്ടി മൗലവി പറവണ്ണ, പാലോട്ട് മൂസക്കുട്ടി ഹാജി, റഷീദുദ്ദീൻ K മൂസ മൗലവി, M അലി അസൽ മൗലവി തിരൂരങ്ങാടി, TK അബ്ദുള്ള മൗലവി പരപ്പനങ്ങാടി, KP ഉസ്മാൻ സാഹിബ്. പ്രസിൻ്റെ
പണം ഷെയർ മുഖേന രൂപീകരിക്കാനും ഒരു ഷെയർ 25 രൂപയായി തീരുമാനിച്ചു. ഇന്നത്തെ മാതിരി 25 ലക്ഷമല്ല, 25 രൂപ ആയിട്ട് പ്രസ് വാങ്ങാനുള്ള കാശ് മുഷാവറ മെമ്പർമാരിൽ നിന്നും സഹായികളിൽ നിന്നും ഷെയർ വാങ്ങാൻ തീരുമാനിച്ചു. പ്രസ് ആപ്പീസ് തിരൂരങ്ങാടിയോ പരപ്പനങ്ങാടിയോ സ്ഥാപിക്കാൻ തീർച്ചപ്പെടുത്തി. ആദ്യത്തെ യോഗത്തിൽ ഒരു സമസ്തയ്ക്ക് വേണ്ടി അറബി മലയാളത്തിലും ശുദ്ധ മലയാളത്തിലും ഒരു പ്രസിദ്ധീകരണം തുടങ്ങണമെന്നും അതിൻ്റെ ഓഫീസ് പരപ്പനങ്ങാടിയിലാണെന്നും തീരുമാനിച്ചല്ലോ. അതിന് തുടർ തീരുമാനമാണ് പ്രസ് വാങ്ങാനും അതിന് സമിതി ഉണ്ടാക്കിയിട്ട് ഈ പ്രസ് നമ്മൾ എവിടെ സ്ഥാപിക്കും, അത് ഒന്നുകിൽ തിരൂരങ്ങാടി അല്ലെങ്കിൽ പരപ്പനങ്ങാടി സ്ഥാപിക്കാം. ഇങ്ങനെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഓരോ പ്രാവശ്യം യോഗം കൂടി തീരുമാനിക്കും. 949 ഏപ്രിൽ 17 എടരിക്കോട് മുനവ്വിറുൽ ഇസ്ലാം മദ്രസ ഹാളിൽ ചേർന്ന യോഗം മൗലാന അബ്ദുൽ ബാരി ഉസ്താദ് അധ്യക്ഷത വഹിച്ചു. അതിനുള്ള തീരുമാനം എന്താണ്? 1. പൊന്നാനി മഅൂനത്തുൽ ഇസ്ലാം സഭ അതിൻ്റെ 47ാം വാർഷിക യോഗത്തിൽ സഭാ ഫണ്ട് ഹൈസ്കൂൾ ആവശ്യത്തിന് എടുക്കാമെന്ന് പാസ്സാക്കുകയും സഭാ ഫണ്ട് ഹൈസ്കൂൾ ആവശ്യത്തിന് എടുക്കാൻ പാടില്ലെന്ന് അനവധി പണ്ഡിതന്മാർ ഫത്വ കൊടുക്കുകയും ചെയ്തു. അതെന്തായി? മഅൂനത്തുൽ ഇസ്ലാം നവമുസ്ലിങ്ങളെ സംരക്ഷിക്കാനുള്ള ഫണ്ടാണ്. അത് ആ പൈസ കൊണ്ട് നമ്മളിപ്പോൾ ഒരു സ്കൂൾ ഉണ്ടാക്കുക എന്ന് കമ്മിറ്റി തീരുമാനിച്ചു. അപ്പം അതറിഞ്ഞ കുറച്ച് പണ്ഡിതന്മാർ അടിയന്തരമായ യോഗം കൂടി സമസ്തൻ്റെ ബാനറിലല്ല, പൊന്നാനി ഭാഗത്തുള്ള പണ്ഡിതന്മാർ 6/4/49 അവരെന്ത് ചെയ്തു, ഒരു ഫത്വ കൊടുത്തു. അങ്ങനെ സ്കൂളിൻ്റെ പൈസ മഅൂനത്തുൽ ഇസ്ലാം സഭയുടെ പണം സ്കൂൾ നിർമ്മാണ ആവശ്യത്തിന് എടുക്കാൻ പാടില്ല എന്ന് കുറച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. ആ കാരണത്താൽ 6/4/49 സയ്യിദ് ഖാൻ ബഹദൂർ PM ആറ്റക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉലമാക്കളുടെ യോഗത്തിൽ വെച്ച് സഭാ ഫണ്ട് ഹൈസ്കൂൾ ആവശ്യത്തിന് എടുക്കാൻ പാടില്ലെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം വീണ്ടും വഖഫ് ആധാരങ്ങൾ പരിശോധിച്ച് സഭാ ഫണ്ട് ഹൈസ്കൂൾ ആവശ്യത്തിന് എടുക്കാൻ പറ്റുമോ എന്ന് റിപ്പോർട്ട് ചെയ്യുവാൻ ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചു. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്തു? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ ചേർന്നു. എന്നിട്ട് മുഷാവറ ഒരു തീരുമാനം ആ മഅൂനത്തുൽ ഇസ്ലാം സഭാ കമ്മിറ്റിയെ അറിയിച്ചു. അതിങ്ങനെയായിരുന്നു: സഭാ ഫണ്ട് ഒരു നിലയിലും ഹൈസ്കൂൾ ആവശ്യത്തിന് എടുക്കാൻ പാടില്ലെന്നും കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഉലമാക്കൾ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ പ്രത്യേകമായി ഒരു പൈസ പോലും ഹൈസ്കൂളിന് എടുത്തു പോകരുതെന്നും അത് ശറഅ് അനുവദിക്കുന്നില്ലെന്നും യോഗം തീരുമാനിച്ചു കൊള്ളുന്നു. അപ്പോൾ സമസ്ത എന്ത് ചെയ്തു? ഇങ്ങനെ യോഗം കൂടിക്കാണ്ട് അവർക്ക് തീരുമാനം കൊടുത്തു. ഇപ്പം നിങ്ങൾ അതിൻ്റെ ഈ സഭ മഅൂനത്തുൽ ഇസ്ലാം സഭയുടെ ഫണ്ട് നിങ്ങൾ എന്താക്കരുത്, വേറെ വിഷയത്തിന് ഉപയോഗപ്പെടുത്തരുത് എന്ന് സമസ്ത അവരെ വിവരം അറിയിച്ചു. ഇങ്ങനെ മാത്രമല്ല, നോക്കൂ, പ്രാദേശികമായി ദേശീയമായ കാര്യങ്ങളിൽ സമസ്ത അഭിപ്രായം പറയുന്നു. അതുപോലെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള വിഷയങ്ങളൊക്കെ സമസ്ത ഇടപെടുന്നു. അതുപോലെ പ്രാദേശിക വിഷയം മഅൂനത്തുൽ ഇസ്ലാം സഭ അക്കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? അഭിപ്രായ വ്യത്യാസത്തിൻ്റെ സമസ്തയോട് ചോദിക്കും, സമസ്ത മുഷാവറ ചേരും, ആ മുഷാവറ തീരുമാനം അറിയിക്കും. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സമസ്ത അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചത്. അങ്ങനെ ഓരോ നാട്ടിലുണ്ടാകുന്ന സകല നാടിമിടിപ്പുകളും നിരീക്ഷിക്കുകയും ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടേണ്ടതുപോലെ ഇടപെടേണ്ട സമയത്ത് ഇടപെടുകയും അങ്ങനെ ജനങ്ങളുടെ ഹറക്കാത്ത് സക്കനാത്തുകൾ ദീനിയായി സാംശീകരിച്ച് ദീനിയായി നന്നാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് ഈ തീരുമാനങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ മഹാനേതൃത്വത്തിന് അവരൊക്കെ മരണപ്പെട്ടു പോയി, അവരുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. അതേ വഴിയിൽ ഇന്നും പ്രസ്ഥാനത്തെ നയിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ പോലുള്ള മഹാന്മാരുണ്ട്. അവരെ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ രാജ്യത്തിനകത്തും പുറത്തുമുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നിലനിർത്തട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ പ്രസംഗം 35ആണ്. ഇൻഷാ അല്ലാഹ് നാളെ 36ാമത്തെ പ്രഭാഷണ പരമ്പരയിൽ ബാക്കി കാര്യങ്ങൾ പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.